അസ്സാം വലൈക്കും, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? റേജ് ജിജോ രഘു നീച്ചാനി പുലർച്ചെ എണീറ്റ് മക്കളെയൊക്കെ എണീപ്പിച്ച ഉടനെ നമ്മൾ മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് കിച്ചണിലേക്ക് കയറിയിരിക്കണം കേട്ടോ. ഇന്നലെ വൈകുന്നേരം കുറച്ച് ദോശൻ്റെ മാവ് അരച്ച് വെച്ചിരുന്നു കേട്ടോ. കുറേ ആയില്ല ദോശയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ദോശ, പുട്ട് ഇങ്ങനത്തിനോടൊക്കെ ഒരു വല്ലാത്തൊരു ആഗ്രഹം കേട്ടോ. കഴിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ആ കൊതി കൊണ്ട് ഞാൻ കുറച്ച് ദോശൻ്റെ മാവ് അരച്ച് വെച്ചിരുന്നേ. പിന്നെ ഇന്നലെ നോമ്പ് തുറന്നപ്പോൾ നെയ്ച്ചോറും ചിക്കൻ മുളക് ഇട്ടതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മക്കൾക്ക് അത് മതിയെന്ന് പറഞ്ഞു. പിന്നെ അത് ഉണ്ടാക്കാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഇനി മക്കൾ കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് കരുതി അങ്ങനെ ഒരു 4 ദോശ ഇടാൻ വേണ്ടിയിട്ട് മാവിൻ്റെ തണുപ്പൊക്കെ ഒന്ന് വിടട്ടെ എന്ന് കരുതി പുറത്ത് വെച്ചിട്ട് 2 റക്കാത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് വന്നിട്ട് കേട്ടോ. പിന്നീട് നമ്മൾ കിച്ചണിലേക്ക് വരുന്നത്. അങ്ങനെ വന്ന ഉടനെ ഒരു കപ്പ് വെള്ളം വെറും വയറ്റിൽ അത് കുടിച്ചിട്ട് പിന്നെ നമ്മൾ ദോശ ചൂടാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. ഇപ്പോൾ ആർക്കെങ്കിലും ഭക്ഷണത്തിന് രുചിയില്ലാത്ത മാരിക്കോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ നോമ്പൊക്കെ നോക്കണോണ്ട്? വായക്കൊക്കെ രുചി പോയ പോലെ ഒന്ന് കഴിച്ചിട്ടൊരു രുചിയില്ലാത്ത മാർക്കൊക്കെ തോന്നും കേട്ടോ. എന്തൊക്കെയോ കഴിക്കണം തിന്നണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും. പക്ഷേ നോമ്പ് തുറന്നാൽ ആണ് പിന്നെ വയറാണ് ഫുള്ളാവുകയാണ്. പിന്നെ ഒന്നും കഴിക്കാനൊന്നും തോന്നണില്ല. ഇപ്പോൾ ദോശ ചുട്ടുമ്പം ഒരു ഗ്ലാസ് ചായക്കൊക്കെ ഒരു പൂതി കിട്ടും. അപ്പോൾ അങ്ങനെ ചായക്ക് വെള്ളം വെച്ച് മറ്റേ അടുപ്പിൽ കുറച്ച് കറി ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കുറച്ച് വെള്ളം നീട്ടിയിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ കുറച്ച് കറി വേണം. നെയ്ച്ചോർക്കാണെങ്കിൽ പിന്നെ അത്ര വലിയ കറിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കറി ഒന്ന് നീട്ടിക്കൊടുത്ത് മക്കളൊക്കെ അപ്പോത്തിന് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർ പാത്രം കൊണ്ടേക്കുക, വെള്ളം കൊണ്ടേക്കുക, അങ്ങനത്തെ ജോലികളൊക്കെ അവർ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചായക്ക് തലക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, നമ്മൾ കറി ചൂടാൻ വെച്ചിട്ടുണ്ട്. ഒരു തലയ്ക്ക് നമ്മൾ ദോശയും ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ദോശൻ്റെ ബാക്കി വരുന്ന മാവ് എന്ത് ചെയ്യാമെന്ന് കരുതി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നാളെ നോമ്പുറക്കാൻ ദോശ ഉണ്ടാക്കാമെന്ന് കരുതിട്ടോ. പിന്നെ മക്കൾ അതിൻ്റെ ഇടയിൽ പാത്രം കൊണ്ടുവയ്ക്കുക, വെള്ളം കൊണ്ടുവയ്ക്കുക, അങ്ങനത്തെ ജോലികളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ചൂടാണല്ലോ, അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് ഒരുങ്ങിക്കുക അതൊന്നും ഇപ്പോൾ കുട്ടികൾക്ക് കഴിയുന്ന കാര്യമില്ല. വലിയവനല്ലെങ്കിൽ തന്നെ ഭയങ്കര ചൂടിൻ്റെ ആളാട്ടോ. അപ്പോൾ ഓന് ഷർട്ട് ഇടുന്നത് വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ വരുന്ന സമയത്ത് ഒന്നാമത് ഞാൻ വീഡിയോ കൊണ്ട് വരുന്നതേ ഓന് ഇഷ്ടമല്ലാത്ത ഓനെപ്പോഴും ഇങ്ങനെ ഷർട്ട് അതേക്കാരം നിൽക്കുക. അപ്പോൾ എന്നോട് അതിനൊരു നമുക്ക് ഓരോ വലിയ കുട്ടികളൊക്കെ ആയില്ല. അപ്പോൾ അവർക്ക് അവരുടെ പ്രൈവസിയെ കൊടുക്കണമല്ലോ. അപ്പോൾ അതാ ഓരോരുത്തരങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ ഞാൻ ചെല്ലുന്ന സമയത്ത്. പിന്നെ അങ്ങനെ ദോശ കഴിച്ചപ്പോൾ ഏതായാലും ദോശ ബാക്കിയാവുമെന്നൊക്കെ പറഞ്ഞപ്പോൾ രണ്ടാമത്തോനും ഒരു ദോശ കഴിച്ചെന്ന് കേട്ടോ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പാത്രമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണുണ്ട് കേട്ടോ. മക്കളൊക്കെ ഒരു തല ഭക്ഷണം കഴിച്ച് അവരെ എണീറ്റ് പോയിട്ടോ. പിന്നെ ഈ ചെറിയ എൻ്റെ മോന് ചോദിച്ച് നമ്മൾ നോമ്പില്ലാത്ത സമയത്ത് വെള്ളം ഒന്നും കുടിച്ചാൽ നമുക്ക് വയറൊന്നും അറിയില്ലല്ലോ. നോമ്പ് നോറ്റാൽ പിന്നെന്താ ഒരു കാരക്ക അല്ലെങ്കിൽ കാരക്ക ഫുള്ളായിട്ട് തന്നെ കഴിക്കില്ല, ഒരു പൊട്ടൊക്കെ ചിലപ്പോൾ കഴിക്കുള്ളൂ കേട്ടോ. ഒരു വെള്ളം 1 ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വേഗം വയറെന്ന് അറിയണം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതെന്താ സംഭവം എന്ന് എനിക്കും അറിയില്ല കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞുതരുമോ? പിന്നെ എന്താ പാത്രം മോനാണ് കൈകൊണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് വന്നപ്പോൾ പിന്നെ അവന് പോയിട്ടോ. പിന്നെ ബാക്കിയുള്ള ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. പിന്നെ ക്യാമറ ഓഫ് ആക്കണമെങ്കിൽ ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ക്യാമറ ഓഫാക്കി കൊടുത്തിട്ടോ. പിന്നെ പാത്രം കഴുകലും ക്ലീനിങ് ഒക്കെ ഞങ്ങൾ രണ്ടാളും പാടെ പെട്ടെന്ന് നടത്തി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ. ഒത്തുപിടിച്ചാൽ മലയും പോരുന്നല്ലേ. അപ്പോൾ ഇതാ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അവർ പള്ളിയിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഒരു 3 ആളും പാടെ ഒരുങ്ങി അപ്പോഴത്തെ ഒരാൾ സോഫയിൽ കിടന്ന് ഇരുന്നൊക്കെ ഉറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ അവരങ്ങനെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി. പിന്നെ ഞാൻ വാതിലൊക്കെ അടച്ച് ഞാനും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാനും പോവുകയാണ് കേട്ടോ. അപ്പോൾ പുറത്ത് പോയിന്ന് ഉളുവൊക്കെ എടുത്തൊന്ന് പോകുന്നേ. അപ്പോൾ അകത്തുനിന്ന് എപ്പോഴും ഇങ്ങനെ ഉളുവെടുക്കുമ്പം അങ്ങനെ ബാത്റൂമിൽ നിന്ന് ഉളുവെടുക്കാൻ പാടില്ല എന്നാണല്ലോ. പരമാവധി ഞാൻ പുറത്തുനിന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കലിട്ടോ ഉളുവൊക്കെ. അങ്ങനെ അതാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും അവർ പള്ളിയൊക്കെ തിരിഞ്ഞ് വന്നിട്ടോ. അപ്പോൾ ഒരാളവിടെ പഠിച്ചിരിക്കുന്നുണ്ട്, ഒരാളിതവിടെ എന്തോ കാർഡ് കളിയാണ് ഇട്ടത്ത് ഒറ്റയ്ക്ക് ഇരുന്നിക്കാണ്. മറ്റേ ആൾ കടന്നുറങ്ങി ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. പിന്നെ അപ്പോൾ തന്നെ ഒരു 7 മണിയായപ്പോൾ വീണ്ടും എണീറ്റ് മുറ്റൊക്കെ അടിച്ചു വാരി. അപ്പോൾ 2-3 ദിവസമായിട്ട് ഒരു നല്ലൊരു മട്ടലിങ്ങനെ നമ്മൾ തെങ്ങിൻ്റെ ചുവട്ടിലിങ്ങനെ ചാടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിമക്ക് നോക്കാനാവില്ല, ഇതിങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ എന്തായാലും ഇനി അതൊരു ചൂലുണ്ടാക്കാമെന്ന് കരുതിയിട്ട് അതൊക്കെ ഒന്ന് ചെത്തിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ മട്ടലും ഓലക്കൊടി, നല്ല ഓലക്കൊടി വേറെയും ആകാത്തത് വേറെയൊക്കെ തിരിച്ചു വെക്കുന്നുണ്ട്. പിന്നെ ഈ പച്ച കൊടുക്കാൻ തന്നെ ചീന്തി വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് പൊളിഞ്ഞ് വരാൻ കുറച്ച് പണിയാണ് കേട്ടോ. പിന്നെ ഇത് ഇന്നാൾ വീണതായിരുന്നു, അതതിൻ്റെ മുകളിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതും അതിനും നല്ല ഓല മാത്രം എടുത്തിട്ട് മറ്റേതൊക്കെ വിറകാക്കിയിട്ട് ഇങ്ങനെ ചീന്തി വെക്കുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്ഷീണമൊക്കെ വരും. പക്ഷെ എന്താ ചെയ്യുക, ഇങ്ങനെ എടുത്ത് വെച്ചാൽ ചിലപ്പോൾ ഇനി ഇങ്ങനെ വെയിലൊക്കെ തട്ടിയിട്ട് ആ ഓലക്കൊടി കേടൊന്ന് പോയി കരുതിയിട്ട് പിന്നെ ഞാനും മോനും പാടി ഇരുന്നിട്ട് അവനും അപ്പോഴത്തേന് പഠിത്തം കഴിഞ്ഞ് വന്നിക്കാണ്ട് ഞാൻ സഹായിച്ചുതരാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓനും കൂടി തന്നു കേട്ടോ. അപ്പോഴത്തേന് പിന്നെ ചെറിയ ആളാണ് കേട്ടോ ഫോൺ പിടിച്ചു തന്നത്. പിന്നെ ഞാൻ പറഞ്ഞു നിജു പോയിക്കോ, ഇത്രയൊക്കെ മതി പറഞ്ഞിക്കാണ്ട് ഏകദേശമൊക്കെ ഒന്ന് തീരാനായപ്പോഴാട്ടോ ഓൻ പോയത്.
പിന്നെ ബാക്കി ചെറുതും കുറച്ച് നേരം ഇരുന്ന് നിൽക്കാണ്ട് ഓനും സഹായിച്ചു തന്നിട്ടോ. മറ്റോ പിന്നെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഭയങ്കര നല്ല ഉറക്കിലാണ് കേട്ടോ സമയത്തൊക്കെ. അങ്ങനെ അതാ ഒരു ചൂലായിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് കെട്ടി എടുത്ത് വെച്ചിട്ടോ ചൂല്. ഏതായാലും അകമൊന്നും അടിച്ച് വരാൻ പറ്റില്ലെങ്കിൽ മുറ്റൊക്കെ അടിച്ച് വരാം, കുറ്റിയാകുമ്പോഴേ അടുപ്പ് പറ്റുള്ളൂ കേട്ടോ. എന്നാലും കുറച്ചൊക്കെ ഈട് നിൽക്കും, എന്നാലും വെറുതെ കളയണ്ടല്ലോ. അങ്ങനെ ഞാൻ അങ്ങനെ തന്നെ കേട്ടോ കാട്ടൽ, ഇങ്ങനെ പഴയ ഓലക്കൊടിയിൽ നിന്നൊക്കെ എടുത്തിട്ടൊക്കെ തന്നെ കേട്ടോ ഞാൻ ചൂലുണ്ടാക്കൽ. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഈ വീട്ടിലേക്ക് വന്നിട്ട് പൈസ കൊടുത്തിട്ട് ഈ ചൂല് മേടിച്ചത് കേട്ടോ. ആ ജോലി മാത്രമുള്ളൂ ഞാൻ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ പുതിയ സ്ഥലമാണല്ലോ, ഇവിടെ മട്ടലും പട്ടയൊക്കെ എവിടെ കിട്ടുമെന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ അതാ നമ്മളെ മത്തനൊക്കെ ഏതായാലും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി ഇട്ട ഓലക്കൊടി മത്തൻ നിലത്ത് കൂടെ പടരുന്നതാണല്ലോ, അപ്പോൾ അടിയിൽ പട്ടലോ മട്ട എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം. പക്ഷെ അതൊന്നും കിട്ടാല്ലാത്തതുകൊണ്ട് ഈന്തിട്ട ഓലക്കൊടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിരുന്നിട്ട് അതൊക്കെ മുളച്ച് നിൽക്കണേ. പിന്നെ അത് പൈനാപ്പിൾ പൂവിട്ടിട്ടുണ്ട്. നമ്മൾ വെള്ളരിക്കയാണ് കേട്ടോ, വെള്ളരിക്ക പറഞ്ഞ പോലെ പൂവിട്ട് വന്നിട്ടുണ്ട്. ഈ വെള്ളരിക്ക പറഞ്ഞ പോലെ പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ സാധനം, വേഗം കായ്ക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ് വെള്ളരിക്ക, തക്കാളി, മത്തൻ ഇതൊക്കെ കേട്ടോ. പിന്നെ അതാ തക്കാളി മേലൊക്കെ ചെറുതായിട്ട് മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണല്ലോ അല്ലേ. നമ്മളെ കൈകൊണ്ട് ഉണ്ടാക്കിയതുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പൂവിഞ്ഞിപ്പോൾ ചാടിപ്പോയാലും അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. പിന്നെ ഒരു കരിമ്പിൻ്റെ കഷ്ണം കൊടുന്ന് കുഴിച്ചിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതും ചെറുതായിട്ടൊക്കെ ഒന്ന് മുളച്ച് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടിയിലുള്ള പുല്ലൊക്കെ ഒന്ന് പറിച്ചിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മുളകിൻ്റെ വിത്ത് വിതറിയിരുന്നു, അതൊക്കെ മുളച്ച് നിൽക്കണം കേട്ടോ. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് മകൻ എന്താ പഠിച്ചിക്കാണ്ട് വൈക്കൽ തന്നെ കിടന്നുറങ്ങിക്കണം. മറ്റേ ആൾ റൂമിലും കിടന്നുറങ്ങുന്നുണ്ട്. മറ്റേ മുറ്റത്ത് എന്തോ മീൻകുളം ഉണ്ടാക്കണം നിൽക്കണം, അവിടെ സിമെൻറ്റ് പണിയിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ചെറിയ വിശേഷം. വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.